നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി എത്തിയ ഹാജിമാർക്ക് ഊഷ്മള വരവേൽപ്പാണ് സൗദി അധികൃതർ ഒരുക്കിയത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തി. മദീന പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഹാജിമാരെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഷാഹിദ് ആലമീന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹജ്ജ് സർവീസുകൾക്കായി ദേശീയ വിമാന കമ്പനിയായ സൗദിയ 14 വിമാനങ്ങൾ നീക്കിവച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ 15 വിമാനത്താവളങ്ങളിൽ നിന്ന് 268 ഹജ്ജ് സർവീസുകളാണ് സൗദിയ നടത്തുക. ആഭ്യന്തര തീർത്ഥാടകർക്ക് വേണ്ടി സൗദിയിലെ 6 വിമാനത്താവളങ്ങളിൽ നിന്ന് 32 സർവീസുകളും സൗദിയ നടത്തും. ആഭ്യന്തര സെക്ടറിൽ നടത്തുന്ന ഹജ്ജ് സർവീസുകളിൽ 12,800ഓളം തീർത്ഥാടകർക്കും ഇന്റർനാഷണൽ സെക്ടറിൽ നടത്തുന്ന സർവീസുകളിൽ 1,07,000ഓളം ഹജ്ജ് തീർത്ഥാടകർക്കും സൗദിയിൽ യാത്ര ഒരുങ്ങും. ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിലേക്കാണ് സൗദിയ ഹജ്ജ് സർവീസുകൾ നടത്തുക. അതുപോലെ തന്നെ സൗദിയിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് 4 വിമാനത്താവളങ്ങളിൽ സൗദി അറേബ്യ പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. ജിദ്ദ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ ജൂൺ 9 മുതൽ 1 മാസത്തേക്കാണ് വിലക്ക്. ഹജ്ജ് സീസണിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. സൗദിയ വിമാന കമ്പനി പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തെ അടിസ്ഥാനമാക്കി പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജിദ്ദ, മദീന, യാംബു, തായിഫ് എന്നീ വിമാനത്താവളങ്ങളിലൂടെയാണ് സന്ദർശക വിസകൾ ഉള്ളവർക്ക് പ്രവേശനം നിരോധിക്കുന്നത്. ജൂൺ 9 മുതൽ ഹജ്ജ് സീസൺ അവസാനിക്കുന്ന ജൂലൈ 9 വരെ ഈ നിരോധനം തുടരുന്നതാണ്. വിദേശത്ത് നിന്നും സൗദിയിൽ നിന്നും എത്തുന്ന ഹജ്ജ് പെർമിറ്റുള്ള യാത്രക്കാർക്ക് മാത്രമായി 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് വിസിറ്റ് വിസകളിലുള്ളവർക്ക് ഈ വിമാനത്താവളങ്ങളിലൂടെ പ്രവേശനം വിലക്കുന്നത്. എന്നാൽ ഇവർക്ക് റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ വിസിറ്റ് വിസയിലുള്ളവരുടെ പക്കൽ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സൗദി ട്രാവൽ ഏജൻസികളെയും ടൂറിസം സ്ഥാപനങ്ങളെയും ഇക്കാര്യം പ്രത്യേക അറിയിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.